അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് പറയാൻ പോകുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഇടയിൽ ഒരുപാട് പേർക്ക് കടായിട്ടും നമ്മളെന്താ പറയുക, സാധാരണക്കാർക്ക് എന്ന് പറയുന്ന ജീവിതം തന്നെ എപ്പോഴും ഓരോ വിഷമങ്ങളായിരിക്കും, ഓരോ പ്രശ്നങ്ങളായിരിക്കും. ഓരോ പ്രശ്നങ്ങൾ തീരുമ്പോഴും ഓരോ പ്രശ്നങ്ങൾ നമ്മളെ മുന്നിൽ വന്നു ചേരും. അതാണ് നമ്മൾ സാധാരണ പാവപ്പെട്ടവരുടെ അവസ്ഥ. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഈ പണക്കാർക്ക് പടച്ചറപ്പ് എല്ലാം കൊടുക്കുന്നുണ്ടല്ലോ, അവരെത്ര നല്ലതിലേക്കാണ് കഴിയുന്നത്. പക്ഷേ അവർക്ക് അവരുടേതായ ഓരോ വിഷമങ്ങൾ അവർക്കുണ്ടാവാം. പക്ഷേ പണം കൊണ്ട് ഇല്ലാതിരിക്കാം. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് അത്രയും പണം കൊടുത്തിട്ട് അവരെ പരീക്ഷിക്കുകയാണ്. ആ പണം എന്ത് ചെയ്യുന്നു, നമുക്ക് പൈസ ആയാലും എന്ത് തന്നെ നമ്മൾ ഉയർത്തിയാൽ നമ്മൾ ആ ഒരു കാര്യം നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല നൽകുന്നത്. അപ്പം അതൊക്കെ ഇല്ലാണ്ടാക്കാൻ ഒരു നിമിഷം മതി. അപ്പോൾ അത് ചിന്തിക്കുവാണെങ്കിൽ നമ്മൾ സാധാരണക്കാരായ നമ്മളുടെ വിഷമങ്ങളും നമുക്കില്ലായ്മയും നമുക്ക് അൽഹംദുലില്ലാ അത് നമ്മളെ പരീക്ഷിക്കുന്നത് നമ്മൾ ദാരിദ്ര്യം തന്നിട്ടാണ്. നമ്മൾ ഈ ദാരിദ്ര്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല ഓർക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമുക്ക് വിഷമം തരുന്നത്, നമുക്കൊരു രോഗം തരുന്നത് എന്തോ ആവട്ടെ, ആ ഒരു സംഗതിയിൽ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു തആല ഓർക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എന്ത് ചെയ്യാനെങ്കിലും എന്തൊരു വിഷമം വരികയാണെങ്കിലും പടച്ച റബ്ബിന് മാത്രം മുറുകെ പിടിക്കുക. നമ്മൾ എന്ത് തന്നെ ആയാലും അള്ളാഹു സുബ്ഹാനഹു തആലയോട് തന്നെ ദുആ ചെയ്യുക. പക്ഷേ അത് ആത്മാർത്ഥമായിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല എന്നും നമ്മൾ എന്താ പറയേണ്ടത്, നമ്മളെ കൽബിൻ്റെ ഉള്ളിൽ കയറ്റിയതിന് ശേഷം ദുആ ചെയ്യാൻ നോക്കുക. നമ്മൾക്ക് എന്തൊരു കാര്യം തട്ടി നീക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ ദുആ എന്ന് പറയുന്നത്. ദുആക്ക് ഉത്തരം നൽകുന്ന പല പ്രതിസന്ധികളും പല മേഖലകളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു രീതിയൊക്കെ നിങ്ങൾ ആ ഒരു സമയത്തൊക്കെ ദുആ ചെയ്യുക. നമ്മളുടെയൊക്കെ ഒരു തെറ്റും ചെയ്യാണ്ട്, അല്ലെങ്കിൽ നമുക്ക് പ്രയാസം സഹിക്കാൻ വയ്യാതെ നമ്മൾ കണ്ണിൽ നിന്ന് ഒരു കണ്ണീർ പൊഴിയുകയാണെങ്കിൽ ആ ഒരു കണ്ണീറിന് അള്ളാഹു സുബ്ഹാനഹു തആല ഉത്തരം നൽകാതിരിക്കുകയേ ഇല്ല. അതുകൊണ്ട് പടച്ച റബ്ബിനെ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് എന്ന് വെച്ചാൽ, നമുക്ക് സ്വലാത്ത്, പലതരം സ്വലാത്തുകളൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ സ്വലാത്ത് ചൊല്ലുന്നവൻ്റെ ജീവിതം എങ്ങനെയായിത്തീരുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ എത്തിച്ചേരും. സ്വലാത്ത് എന്ന് പറയുന്നത് പലതരം സ്വലാത്തുണ്ട്. സ്വലാത്തുൽ ഫാത്തിഹ ഉണ്ട്, ഇബ്രാഹിം സ്വലാത്തുണ്ട്, സ്വലാത്തു താജ്, സ്വലാത്തു നാരിയ, അങ്ങനെ പല പല സ്വലാത്തുകളും ഉണ്ട്. അപ്പോൾ ഈ സ്വലാത്തുകളൊക്കെ നമുക്ക് ഏത് സ്വലാത്താണോ ചൊല്ലാൻ അറിയുന്നത് ആ ഒരു സ്വലാത്ത് നമ്മൾ ജീവിതത്തിൽ നിത്യമാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ മാറി മറിയുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു സ്വലാത്തിനെ കുറിച്ചാണ്. ഈ ഒരു സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും മാറി മറിഞ്ഞ് നമ്മളെ ജീവിതം മുന്നോട്ട് പോകുന്നത് ഐശ്വര്യത്തിലായി മാറുകയും ചെയ്യും. നമ്മളെപ്പോലും വിചാരിക്കാത്ത ലെവലിൽ നമ്മുടെ ജീവിതം എത്തിച്ചേരും. ചില ആൾക്കാർ നമ്മൾ കാണുന്നില്ലേ, ദാരിദ്ര്യമായിരിക്കും, പക്ഷേ അവരുടെ ജീവിതം ഹൈറായ രീതിയിൽ അൽഹംദുലില്ലാ നല്ല രീതിക്ക് പോകുന്നവരുണ്ടാവും. അവർ ഇതുപോലെ ഓരോ സ്വലാത്തുകളും ഓരോ ദിക്റുകളും ചൊല്ലിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല മുറുകെ പിടിക്കുന്നവരായിരിക്കും. ചിലർ ഒന്നും ചെയ്യൂല, അള്ളാഹുവിനെ വിളിക്കുക പോലും ചെയ്യൂല, പക്ഷെ എപ്പോഴും കണ്ണീരും എപ്പോഴും എന്താ പറയണ്ടേ, എപ്പോഴും ഒരു ഇല്ലായ്മ പറഞ്ഞിട്ട് നടക്കുന്നവരായിരിക്കും. പക്ഷെ അവർ ഒന്നും നിസ്കാരമോ ഒന്നും ചെയ്യൂല. പക്ഷേ ഈ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പായിട്ട് 5 വക്ത് നമസ്കാരം നമ്മൾ കൃത്യമായി നിർവഹിച്ചിരിക്കണം. കാരണം നിർബന്ധമാക്കപ്പെട്ട കാര്യമാണ് നമ്മൾ ഫസ്റ്റ് നിർവഹിക്കേണ്ടത്. ആ ഒരു നമസ്കാരത്തിന് ശേഷം 5 വക്ത് നമസ്കാരം നിർബന്ധമായ കാര്യം ചെയ്തതിന് ശേഷം നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ചില ആൾക്കാർ നിസ്കരിക്കുക പോലും ചെയ്യാതെ ദിക്റും സ്വലാത്തും കൊണ്ട് നടക്കുന്നവരായിരിക്കും. നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ നിങ്ങളെ പോലെ തന്നെയാണ്, സാധാരണക്കാരിയായ സാധാരണയിൽ പെട്ടതാണ് ഞാൻ. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് സൗദിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ഓരോ കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് മാത്രമാണ്. ഞാൻ എന്നും ഓതുന്നൊരു സൂറത്തുണ്ട്, നിങ്ങൾക്കറിയുമോയെന്നറിയില്ല, അപ്പോൾ സൂറത്തുൽ ഫത്ഹ്. അപ്പം അത് സൂറത്തുൽ ഫത്ഹിനെ കുറിച്ച് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് കാണാത്തവരാണെങ്കിൽ കാണുക. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് സ്വലാത്തുൽ
സലാത്തുൻ നാരിയ അറിയാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല, എല്ലാവരും ചൊല്ലുന്നവരായിരിക്കും. അപ്പോൾ ആ ഒരു സ്വലാത്ത് നമ്മളുടെ കടങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ പ്രയാസങ്ങൾ, നമ്മളുടെ വിഷമങ്ങൾ, അല്ലെങ്കിൽ രോഗം കൊണ്ട് വലയുന്നവർ എന്തുമാവട്ടെ അതിനുത്തരം എന്തായാലും പടച്ച റബ്ബ് കൊടുക്കുന്ന ഒരു സ്വലാത്താണ് സ്വലാത്തുൻ നാരിയ. സ്വലാത്തുൻ നാരിയ ചൊല്ലേണ്ട ഒരു കണക്കുണ്ടല്ലോ, അവർക്ക് അറിയുന്ന പോലെ തന്നെ 4444 തവണ. അപ്പോൾ ആ ഒരു കണക്കിൽ വെച്ച് നമ്മൾ ചൊല്ലുകയാണെങ്കിൽ അത് തീരുന്നതിന് മുമ്പ് നമുക്ക് ഉത്തരം കിട്ടിയിരിക്കും, അത് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് സലാത്തുൻ നാരിയ ഒന്ന് ചൊല്ലി നോക്കാം. അല്ലാഹുമ്മ സല്ലി സലാത്തൻ കാമിലത്തൻ വസല്ലി സലാമത്ത് താമ അലാ സയ്യിദിന മുഹമ്മദിൻ അല്ലദീ തൻഹല്ലു ബിഹി ഉഖദു വതൻഫരിജു ബിഹിൽ ഖുറബു വതുഖ്ലാ ബിഹിൽ ഹവായിജു വതുനാലു ബിഹിർ റഹാഹിബു വഹുസ്നൽ ഹവാത്തിം വയുസ്തസ്കൽ ഹമാമു ബിവജിഹിൽ കരീമു വഅലാ ആലിഹി വസഹബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിയദദി കുല്ലി മാലൂമിൻ ലക്. ഈ ഒരു സ്വലാത്ത് ഞാൻ നിത്യജീവിതത്തിൽ പതിവാക്കി കൊണ്ടുവരുന്ന ഒരു സ്വലാത്താണ്. അതുകൊണ്ട് തന്നെ പല ബുദ്ധിമുട്ടുകളും വരുമ്പോൾ അത് തട്ടി നീക്കപ്പെടാറുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ നിത്യമാക്കി കൊണ്ടുവരിക. അപ്പോൾ ഇത് കേൾക്കുന്ന ഇന്നാണെങ്കിൽ ഇന്ന്, എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നവർ അന്ന് മുതൽ മനസ്സിൽ നിയത്താക്കിക്കൊണ്ട് തുടങ്ങുക. നിങ്ങളൊന്നും മടിച്ചു നിൽക്കാതെ, നമുക്ക് അറിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, ചിലവരുടെ മനസ്സിൽ തോന്നും ഇതൊക്കെ ചെയ്താൽ ആവുമോ, ഇതൊക്കെ നടക്കുമോ എന്നൊക്കെ തോന്നും. പക്ഷേ അങ്ങനൊന്നും സംശയിക്കേണ്ട. പടച്ച റബ്ബിനെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് തുടങ്ങുക. നിങ്ങളുടെ ഏതൊരു ആവശ്യവും തീ പോലെ ഉത്തരം നൽകുന്നതാണ്. കാരണം അത്രയും മഹത്വമുള്ളൊരു സ്വലാത്താണ്. അപ്പം ആ ഒരു സ്വലാത്ത് നിങ്ങൾ കടായിക്കോട്ടെ, നിങ്ങളെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളായിക്കോട്ടെ, എന്ത് പ്രശ്നമായാലും നിങ്ങൾക്ക് അതിന് ഉത്തരം നൽകിയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു സ്വലാത്ത് 4444 തവണ ചൊല്ലിത്തീർക്കാൻ ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം. 11 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ചൊല്ലിത്തീർക്കാം. 404 തവണ ഒരു ദിവസം നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് 11 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഈ 4444 തവണ ചൊല്ലിത്തീർക്കാൻ കഴിയും. അതല്ല നിങ്ങൾക്ക് ഈ ഒരു കണക്കിൽ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിൽ കരുതുക 313 തവണയായിട്ട് ചൊല്ലിത്തീർക്കാമെന്ന്. നിങ്ങൾക്ക് എന്താണോ പ്രശ്നം, നിങ്ങളുടെ ഏത് പ്രശ്നമായാലും നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം അത് ചൊല്ലിത്തീരുന്നതിന് മുമ്പ് കിട്ടിയിരിക്കും. അതുപോലെ തന്നെ നിങ്ങളെ ഭർത്താവിന് ചൊല്ലാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങളെ ഭർത്താവിനാണ് കടം, അല്ലെങ്കിൽ നിങ്ങളെ മക്കൾക്കാണ് കടമെങ്കിൽ നിങ്ങൾ ആ ഒരു നീയത്തിൽ, ഭാര്യയാണെങ്കിൽ ഭാര്യ, ഉമ്മയാണെങ്കിൽ ഉമ്മ, ആരും ആവട്ടെ, അപ്പോൾ ആ ഒരു നീയത്തിൽ നിങ്ങൾ ചൊല്ലിത്തുടങ്ങുക. ഇൻഷാ അല്ലാഹ് എന്ത് തന്നെയാലും പഠിച്ച റബ്ബ് കൈവിടുകയില്ല. പഠിച്ച റബ്ബിനെ മുറുകെ പിടിച്ച് ജീവിക്കുകയാണെങ്കിൽ നമ്മളുടെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും ഇൻഷാ അല്ലാഹ്. ഇതൊരു അറിവ്, നല്ല അറിവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.